ഒരാൾ മാതാവിനെ കണ്ടാൽ പോരാ. ഉടമ്പടി എടുക്കുന്ന എല്ലാവർക്കും അതിന് അവകാശമുണ്ട്. നിങ്ങൾ ആ ഒരു ലൈനിലേക്ക് വരാൻ വേണ്ടിയാണ്. കാര്യം നമുക്ക് ഞെട്ടിപ്പിക്കുന്ന എക്സ്പീരിയൻസ് അല്ലേ ഉടമ്പടിയിലുള്ളത്. ഞാനിങ്ങനെ ഓർക്കിയിരുന്നേ, ഇത് ഈ വലിയൊരു ദൈവികമായ രഹസ്യം വെളിപ്പെട്ട് കിട്ടാൻ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത് എന്തോ ഒരു വലിയൊരു കാര്യമാണ്. അതുപോലെ നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ നിങ്ങൾ പുതിയ ലോകത്തേക്കും ജീവിതത്തിലേക്കും ജീവിതക്രമത്തിലേക്കും ദൈവം നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിനോട് പറഞ്ഞ് പഠിപ്പിക്കണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വിനീത് വർഗീസ് നല്ലൊരു സാക്ഷ്യമാണ്. വർഗീസിൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത്, വർഗീസ് ഒരു ബിസിനസ് മാനാണ്. ബിസിനസ്സുകാർ കേൾക്കുന്നത് നല്ലതാണ് കേട്ടോ. വർഗീസ് തിരുപ്പൂരാണ് ബിസിനസ് ചെയ്യണത്. അപ്പോൾ അയാളുടെ കുറച്ച് സ്വാധീനത്തിൽ ഈ ടെക്സ്റ്റൈൽ എക്സ്പോർട്ടാണ്. ഇസ്രയേലിലെ ഒരു കമ്പനിയുമായിട്ട് ടെക്സ്റ്റൈൽ എക്സ്പോർട്ടാണ്. വസ്ത്രം കയറ്റിയേക്കുന്നതാണ്. അപ്പോൾ അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾക്ക് കുറച്ച് ഹൈക്ക് കിട്ടി, കമ്പനി പച്ചപിടിച്ചു, നല്ല ഓർഡർ കിട്ടി, നല്ല ലാഭം കിട്ടി. അപ്പോഴെന്നാ പറ്റി? വർഗീസിനെ അവർ ചവിട്ടി പുറത്താക്കി. അതാണ് എല്ലായിടത്തും പ്രശ്നം. അതാണല്ല, നമ്മുടെ കൊണ്ട് കാര്യം കണ്ടു കഴിയുമ്പോൾ പിന്നെ പിശാച് കയറി അവരത് പുതുക്കി കളയുക. അപ്പോൾ വർഗീസ് ഇവിടെ വന്നിച്ചും ഉടമ്പടി എടുത്തുവെച്ച് എന്നെ കണ്ട്, എമർജൻസി കേസായ കാരണം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, നിന്നെ ഒന്നും ചവിട്ടി പുറത്താക്കത്തില്ല, നീ മര്യാദയ്ക്ക് അമ്മയുടെ കൂടെ നിന്നാൽ മതി. നീ ഒന്നും ചവിട്ടി പുറത്താക്കത്തില്ല. കാര്യം അമ്മ വിചാരിക്കാതെ, കമ്പനിയല്ല ഈ ബിസിനസ് വന്നതല്ല അമ്മയല്ലേ. അപ്പോൾ നീ ഈ കാശ്വര്യം കൊണ്ട് ഒന്നും അവരോട് സംസാരിക്കണ്ട, ഞാനൊരു കാശ്വര്യം കൊണ്ടേ കൊടുക്കും, നീ ഒരു വിശ്വാസപ്രമാണം ചൊല്ലി ഈ കാശ്വര്യം കൊണ്ട് കമ്പനി വെച്ചാൽ മതി, ബാക്കിയെല്ലാം അമ്മ ചെയ്തോളൂ എന്ന് പറഞ്ഞു. കാര്യം അത് നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാനാണ്, അല്ലാതെ കാശ്വരൂപത്തിലെ വലിയ തന്ത്രങ്ങൾ ഉണ്ടായിട്ടല്ല. നിങ്ങളങ്ങനെ തെറ്റിദ്ധരിക്കരുത്. കൃപാസനത്തിൻ്റെ ഒരു നേർച്ച വസ്തുക്കൾ നിങ്ങൾ വേറെ ചില വിശ്വാസങ്ങളില്ല വസ്തുക്കളുമായിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇതെന്ന് പറയണത് മുഴുവൻ, ഇതിൻ്റെ ശക്തി മുഴുവൻ ഇരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്, അല്ലാതെ ആ വിഷയത്തിലല്ല. നിങ്ങൾ ഉപ്പിട്ട് അതുപോലെ തന്നെ നിങ്ങൾ കാശ്വര്യം വെച്ചെന്നൊക്കെ പറയുമ്പോഴേ അതിൻ്റെ വിഷയം മുഴുവനും ക്രിസ്ത്യാനിറ്റിയിൽ അതിന് മുഴുവൻ ആക്ഷൻ നടക്കുന്നത് ആ വസ്തുവിലല്ല, വ്യക്തിയിലാണ്. വ്യക്തിയുടെ ഹൃദയത്തിലാണ് നടക്കുന്നത്. യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റു പറയണത് വ്യക്തിയാണ്, അല്ലാതെ കാശ്വരൂപമല്ല. യേശു കർത്താവാണ്, അവനെ മരിച്ചവെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ്, അല്ലാതെ കാശ്വരൂപമല്ല. അതൊരു അടയാളമാണ്, നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാനുള്ള ബാഹ്യമായൊരു അടയാളമാണ്. ഈ ബാഹ്യ അടയാളം ഉടമ്പടിയുടെ ഭാഗമാണ്. ജ്ഞാപനങ്ങൾ നേരത്തെ എത്രയോ വർഷം മുമ്പ് ഉടമ്പടിക്കാലത്ത് യഹൂദന്മാർ കെട്ടി നെറ്റിക്കൊണ്ട് നടന്നതാണ്. അത് അവിടെ ഹൃദയത്തിൽ ക്ഷമ പ്രേയറുണ്ട്. ഹിയർ ഓ ഇസ്രായേൽ, ദ ലോർഡ് യുവർ ഗോഡ് ഈസ് വൺ ലോർഡ്, യു ഷൽ ലവ് യുവർ ലോർഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട് എന്ന് പറഞ്ഞപ്പോൾ യഹൂദൻ കിടന്ന് അലറി വിളിച്ച് വിശ്വാസം പ്രഖ്യാപിക്കുന്ന ക്ഷമ പ്രേയറുണ്ട്. അത് ഉറക്ക പ്രഖ്യാപിക്കുന്നതിൻ്റെ അടയാളമായിട്ടാണ് അവൻ നെറ്റിയിൽ അത് കൊണ്ടു നടക്കുന്നത്, ആ തകിട് കെട്ടിക്കൊണ്ട് നടക്കുന്നത്. അതുപോലെ ഞാൻ നിങ്ങൾക്കൊരു ആശീർവാദം തന്നിരിക്കുകയാണ്. അതിലെ മുഴുവൻ പവർ ഒന്ന് കൃപാസനത്തിൽ, ഒന്ന് നിൻ്റെ ചങ്കിലുമാണ് ഇരിക്കുന്നത്. മനസ്സിലായില്ലേ? അതിലാണ് നീ വിശ്വസിക്കണത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയണത്, ഇത് കൈമാറ്റം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളുണ്ടാകണമെന്ന്. കാരണം വസ്തുവിലല്ല, ആ വസ്തുവിനെ ഉപയോഗിക്കാൻ അറിയാൻ പാടില്ലാത്തവരാണെങ്കിൽ അത് റെസ്പോണ്ട് ആകത്തില്ല. അപ്പം അത് വളരെ സീരിയസ് വിഷയമാണ്. അപ്പം ഞാൻ പറഞ്ഞു, വർഗീസ് നീ ഇത് കൊണ്ടുപോയി അവിടെ വെക്ക്, ബാക്കി അമ്മ ചെയ്തോളൂ എന്ന് പറഞ്ഞു. ആ വെച്ച് അരമണിക്കൂർ കഴിഞ്ഞ് അപ്പം തന്നെ കമ്പനിയുടെ വിഷയങ്ങളെല്ലാം മാറി. അവനെ ചവിട്ടിപ്പുറത്താക്കിയിരുന്ന ആ പാർട്ടിയാണ് അവനെ തിരിച്ചു വിളിച്ച് ക്ലിയറാക്കി വീണ്ടും കമ്പനി റീസെറ്റ് ചെയ്ത്, എന്നിട്ട് പിന്നെ അവസാനം ഇവിടെ വരുന്ന വിഷയം വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കോടി ബിസിനസ്സാണ് ചെയ്യണത്? 5 കോടിയുടെ ബിസിനസ്സാണ് ചെയ്തിരിക്കണത്. ഇവിടെ വരുമ്പോൾ 0 തുടങ്ങിയ ആളല്ലേ, അത് കണ്ടു കഴിഞ്ഞാൽ ഒരു ബിസിനസ്മാനാണെന്ന് പറയത്തില്ല. നമുക്ക് കേരളത്തിൽ 50 ലക്ഷത്തിൻ്റെ ബിസിനസ് ചെയ്താൽ പിന്നെ അവൻ BMW കൃപാസനത്തിൽ പോലും വരത്തുള്ളൂ. അതല്ലേ പ്രശ്നം. മലയാളിനെ സഹായിക്കാൻ വലിയ പാടാണേ. മലയാളി 50 ലക്ഷത്തിൻ്റെ ബിസിനസ് ചെയ്താൽ മതി,
അപ്പം തന്നെ മറ്റേ റൈമാൻ ക്ലാസ്സും വെച്ച് BMW വന്നിറങ്ങി വിടാം. അടിപൊളി പരിപാടി. എൻ്റെ മക്കളെ അവിടെ തന്നെ ദാസിയുടെ വിനീതാവസ്ഥ തെക്കണം പാർത്തു. കൃപ വർക്ക് ചെയ്യണത് വിനീതാവസ്ഥയിലാണ്. കൃപ വർക്ക് ചെയ്യണത് വിനീതാവസ്ഥയിലാണ്. ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാൻ ബിസിനസ്മാനാണ്, അപ്പോൾ എൻ്റെ റാങ്ക് എൻ്റെ സ്റ്റാറ്റസ് ഉണ്ട്, അതനുസരിച്ചിട്ട് ചെന്നാൽ ബാങ്കുകാർ ലോൺ ചെയ്യും. നീ എന്തെങ്കിലും കുന്ത്രാണ്ടം പറഞ്ഞോ, പക്ഷേ ദൈവത്തിന് മുമ്പിൽ നീ അഭ്യാസം കാണിക്കരുത്. ദൈവത്തിന് മുമ്പിൽ താഴ്മയോടെ ദൈവ തിരുസന്നിധിയിൽ തെളിമയോടെ നിൽക്കും. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വം ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ. ശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. 1 പത്രോസ് 5:6. 1:10-6. ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ പറഞ്ഞ ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. ഇതാണ് അവിടുന്ന് ഉയർത്തുന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ദൈവത്തിൻ്റെ ഒരു സമയത്താണ്. വർഗീസിൻ്റെ വിഷയം എന്താണ്? വിനീത് വർഗീസ് എന്താ ചെയ്യണത്? വിനീത് വർഗീസിനോട് ഇവിടെ ആയിരിക്കുമ്പോൾ തന്നെ തിരുപ്പൂരെന്ന് കൂട്ടുകാരെ വിളിച്ച് ചോദിക്കുകയാണ്, എടാ ഓർഡർ വന്നാ? ആ ഓർഡർ വന്നു. എത്ര ലക്ഷത്തിൻ്റെ? 5 കോടിയുടെ. ഞങ്ങളാണല്ലോ ഓണേഴ്സുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇതാണ് വിഷയം. തിരുപ്പൂരത്തുള്ള ഓണേഴ്സ് രാവിലെ മുതൽ ഇൻ്റർനെറ്റിൽ അവർ ഓണറുമായിട്ട്, ഇസ്രയേലിലെ ഓണറുമായിട്ട് ഡിസ്പ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓർഡർ ലഭിക്കുന്നതിനെക്കുറിച്ച് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഓർഡർ വന്നിരിക്കുന്ന ആരുടെ അക്കൗണ്ടിലാണ്? വർഗീസിൻ്റെ അക്കൗണ്ടിലാണ്. ഓർഡർ വർഗീസ് തിരിച്ചടിച്ചു. നിങ്ങൾ ഓണർമാരുമായിട്ടാണ് സംസാരിക്കുന്നത്, ഞാൻ എൻ്റെ അമ്മയുമായിട്ടാണ് സംസാരിച്ചത്. കൈ ഇടിച്ച് കർത്താവ്. പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. എല്ലാവരും എഴുന്നേൽക്കുക. ഉടമ്പടി ഒരു സമീപനമാണ്. എല്ലാ വിഷയങ്ങളിലും ഉടമ്പടി വിഹിതമായ ചില സമീപന രീതികളുണ്ട്. അതിൻ്റെ ടിപ്പിക്കൽ എക്സാമ്പിൾസാണ് ആഷ്ലി, അതുപോലെ തന്നെ നിതിൻ, ഇപ്പോൾ നമ്മൾ കേട്ട വർഗീസ്. ഇവരെല്ലാം 0 ബാലൻസ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ അവരെ ദൈവം ഉയർത്തി. കാര്യം അവർ മരിയൻ മോഡ് ഓഫ് ഓപ്പറേഷനാണ് ഉടമ്പടിയിൽ വേണ്ടത്, അല്ല നിങ്ങളുടെ മോഡല്ല. മരിയൻ മോഡ് ഓഫ് ഓപ്പറേഷൻ. അമ്മ എങ്ങനെയാണിത് ചെയ്തത്? അമ്മ കൈവരിച്ച മനോഭാവം, അമ്മയുടെ നിലപാട്, അമ്മയുടെ നയം, അമ്മയുടെ സ്വഭാവം, അമ്മയുടെ സമ്പ്രദായം, അമ്മയുടെ സംസ്കാരം എല്ലാം ഉടമ്പടി ഒരു കൾച്ചറാണ്. ഉടമ്പടി ജീവിതം ഒരു ആത്മീയമായ മരിയൻ സാംസ്കാരിക ജീവിതമാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. രോഗമുള്ളിടത്ത് നിങ്ങളുടെ കൈകൾ ദൈവനാമത്തിൽ വെക്കുക. രോഗമുള്ളിടത്തെല്ലാം നിങ്ങളുടെ കൈകൾ ദൈവനാമത്തിൽ വെക്കുക. കുറേ രോഗമുള്ളവരെ കൈകളെ പിണച്ച് സർവാംഗം ബോഡി ദൈവത്തിന് ഏൽപ്പിച്ചുകൊണ്ട് കൈ പിണച്ച് നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിക്കുക. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസപ്രമാണമോ സ്തുതിപ്പോ ചെയ്യാവുന്നതാണ്. അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അപ്പോഴെല്ലാം ഭാഷാപരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. കർത്താവേ നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ ശ്രദ്ധിക്കട്ടെ. കർത്താവേ നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം
പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന, ഇപ്പോഴിവിടെ പ്രാർത്ഥിക്കുന്നവരും തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്നവരും ഓൺലൈനായ വിവിധ ഭൂഖണ്ഡങ്ങളിലും രാജ്യങ്ങളിലും സംസ്ഥാനങ്ങളിലും ജില്ലകളിലും പ്രാർത്ഥിക്കുന്നവരും കർത്താവേ, അങ്ങയുടെ തിരുമുറുവാർന്ന വലതുകരം, ആണിപ്പഴുതാറുന്ന അത്ഭുതകരം അവരുടെ ശിരസിൽ വെക്കണം പ്രാർത്ഥിക്കുന്നു. ശിരസ് വേദനയുള്ളവരെ ഈശോ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, ആ രോഗം വിട്ടുമാറട്ടെ. തൊണ്ടവേദനയുള്ളവർ, ടോൺസിൽ രോഗികൾ, തൈറോയ്ഡ് രോഗികൾ, സ്പോണ്ടിലോസിസ് അസുഖമുള്ളവർ, 36 കൊല്ലത്തെ പൗരോഹിത്യത്തിൻ്റെ ശുശ്രൂഷ ബലത്തിൽ പ്രാർത്ഥിക്കുന്ന ആ രോഗം നിങ്ങളെ വിട്ടുമാറട്ടെ. ശ്വാസകോശ രോഗികളെ, കൈകാലുകൾ പൊങ്ങാത്തവരെ കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ഹൃദയ രോഗികളെ, ശ്വാസകോശ രോഗികളെ, കിഡ്നി രോഗികളെ, തൈറോയ്ഡ് രോഗികളെ, ഈശോ ഉദര രോഗികളെ, പിസ്തുല രോഗികളെ, പിസിഒഡി രോഗികളെ, ഹൃദയ രോഗികളെ, പാൻക്രിയാസ് രോഗികളെ, അസ്ഥിപഞ്ജരങ്ങളിലും മാംസപേശികളിലും മരയിപ്പുള്ളവർ, രക്താർബുദക്കാര്, കർത്താവേ ഇപ്പം കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന അസ്ഥി ഉരുക്കമുള്ളവർ, അസ്ഥിക്ക് തേയ്മാനമുള്ളവർ, ഹൃദയ രോഗമുള്ളവർ, കരൾ രോഗമുള്ളവർ, കർത്താവേ നിന്റെ വിശുദ്ധമായ തിരുമുറുമ്പാണെന്ന് വലതുകരം മക്കൾ വെക്കണമേ. ഉള്ളംകാലം മുതൽ ഉച്ചവരെ കർത്താവ് 36 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥത്തിലെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മ നാമത്തിലെ മാരക രോഗങ്ങൾ, തീരാവേദികൾ ദൈവനാമത്തിൽ വിട്ടുമാറട്ടെ. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. വീടില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. പാങ്കുടമ്പടി നടക്കാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഓഫർ ലെറ്റർ വന്നിട്ട് വിസ വരാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. പരീക്ഷ എഴുതിപ്പോയ പരീക്ഷയെക്കുറിച്ച് വേദിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. സർവീസ് പ്രോബ്ലം ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. വിദേശത്തേക്ക് യാത്ര ചെയ്യാൻ പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. വിദേശ ജോലിയിൽ അങ്കലാപ്പവും വിഷമവും അനുഭവിക്കുന്നവർക്ക് വേണ്ടിയും അതെങ്ങനെ പരിഹരിക്കുമെന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന സമയമാണ്. വിവാഹം കഴിക്കാത്തവർക്ക് വേണ്ടിയും വിവാഹം ലഭിക്കാത്തവർക്ക് വേണ്ടിയും മക്കളില്ലാത്തവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന സമയമാണ്. ശ്രദ്ധിക്കട്ടെ. കർത്താവേ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവേ ഇതിന് ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്ത് കർത്താവേ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 36 വർഷം അർപ്പിച്ച കൃപായുടെ യോഗ്യതയാൽ കൃപാസമർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ ജീവിത ദുരിതങ്ങൾ, ജീവിത തകർച്ചകൾ യേശുനാമത്തിൽ ഈ നിമിഷം അറുതി പേരട്ടെ. എല്ലാവിധ വേദനകളും നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്, നമ്മുടെ ഭാരങ്ങളാണ് അവൻ ചുമന്നത്. നമ്മുടെ ദുഃഖങ്ങൾക്ക് വേണ്ടി അവന് ഫലമേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ പാപങ്ങളെ ഓർത്ത് അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു. കർത്താവേ ഞങ്ങളുടെ ദുഃഖങ്ങളും ഭാരങ്ങളും ചുമന്ന നിന്റെ നാമത്തിലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവിടെ ജീവിതത്തിൻ്റെ ഭാരങ്ങളും കടങ്ങളും സാമ്പത്തികമായ അവസ്ഥകളും ജപ്തി നടപടികളും ഒക്കെ വ്യത്യസ്തമായ അനുഭവങ്ങളുള്ള എല്ലാ മക്കളുടെ അനുഭവങ്ങൾ യേശു ക്രിസ്തു ചുമലിലേക്ക് കയറ്റിവെച്ചുകൊണ്ട് കർത്താവേ ആശ്വാസത്തിന് ഗവാപരങ്ങൾ മക്കളെ വിടുവിക്കണമേ. ശ്രുതിക്കട്ടെ. എന്തെങ്കിലും വിഷയം മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും മൗനമായി പ്രാർത്ഥിക്കേണ്ടതാണ്. സമാപനാശീർവാദത്തിൻ്റെ സമയമാണ്. നമ്മുടെ എല്ലാ ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന വിഷയങ്ങളും അതുപോലെ തന്നെ നമ്മളിപ്പോൾ മനസ്സിനെ വിഷമിപ്പിക്കുന്ന എല്ലാ വിഷമസന്ധികളെയും പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ഏൽപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ശിരസ് നമിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ആവേ 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 മരിയ. ആവേ 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 മരിയ.